പ്രോപ്പറായിട്ടുള്ള സെക്ഷൽ ലൈഫിലും അതുപോലെ തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കാൻ നമ്മുടെ യൂട്രസിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ യൂട്രസിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, എസ്പെഷ്യലി നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് കൃത്യമായിട്ട് ഒരു 4-5 മണിക്കൂറിനടുത്ത് തന്നെ പാഡാണെങ്കിലും മെൻസ്ട്രൽ കപ്പാണെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റിയിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ഫൈറ്റോക്സിൻസ് റിച്ച് ആയിട്ടുള്ള ചേന, ചേമ്പ്, കാവത്ത് പോലെ സാധനം കൂടുതൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഇലക്കറികൾ, omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടാൻ വേണ്ടി ഫിഷ്, ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്താം. ധാരാളം വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ള ഉറക്കം വേണം, നമുക്ക് എക്സസൈസ് മൈൽഡായിട്ട് വേണം. നമ്മുടെ ബോഡി ഹെൽത്ത് അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് എപ്പോഴും നമ്മളൊന്ന് ഒരു മീഡിയം ലെവലിൽ ഓവർ വെയ്റ്റ് ആവാതെ തന്നെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക. സ്ട്രെസ് ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്വായത്തമാക്കുക തന്നെ വേണം. എങ്കിലും നമ്മുടെ യൂട്രസിന് നമ്മുടെ ബോഡി ഹെൽത്ത് എല്ലാം പ്രോപ്പറായിട്ട് വരികയുള്ളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റി വെക്കണം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് എന്തെങ്കിലും ലോക്കലായിട്ടുള്ള ഇൻഫെക്ഷൻസോ അടിവയറ് വേദനയോ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, സ്വയം ചികിത്സിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. Okay, thank you.